ഹേ ഗൈസ് വാട്സാപ്പ് അഭിലാഷാണ് സംസാരിക്കുന്നത് ഫ്രം NRI ട്രേഡർ അക്കാഡമി. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു പുതിയ സ്ട്രാറ്റജീനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു അല്ലേ, ഇപ്പം ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പുതിയതാണോ പഴയതാണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഇതിനു മുമ്പ് റേഞ്ച് ബൗണ്ട് സ്ട്രാറ്റജി ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു യൂട്യൂബിൽ തന്നെ. അത് നമ്മുടെ ചാനലിലുണ്ട്, ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പം അതിലും നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയുന്നതാണെന്ന് വെച്ചാൽ യെസ് അറിയുന്നതാണ്. പക്ഷേ എങ്ങനെ അതിനെ കൃത്യമായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ അതിന് റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള എങ്ങനെയാണ് നമ്മളൊരു പാറ്റേണിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മൾ ആ റേഞ്ച് മോഡിലും പഠിച്ചത്. അതേപോലെ തന്നെയുള്ള മറ്റൊരു സ്ട്രാറ്റജിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതിന് ആ റേഞ്ച് ബൗണ്ട് സ്ട്രാറ്റജി ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. പക്ഷേ ഞാൻ റൂൾസ് മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു, ഇങ്ങനെ ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളത് ആദ്യമായിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ട്രയാങ്കിൾ പാറ്റേൺ ആണ്. പക്ഷേ ട്രയാങ്കിൾ പാറ്റേൺ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കാരണം FNO ചെയ്തിട്ട് വരുന്ന മോസ്റ്റ്ലി ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഈ 5 മിനിറ്റിൻ്റെയും 10 മിനിറ്റിൻ്റെയും ക്യാൻഡിലിൽ പോയിട്ട് നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് അവിടുന്ന് ബ്രേക്ക് ഔട്ട് വരുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വരുന്നു, സെല്ല് ചെയ്യുന്നു, അങ്ങനെ കാര്യങ്ങൾ കുറേ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കും എനിക്കറിയാം. അപ്പം അങ്ങനെ ആകുമ്പോൾ ട്രയാങ്കിൾ പാറ്റേണിനെ ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു 2-3 എക്സാമ്പിൾ ഈ പാറ്റേൺ വന്നിട്ടുള്ളതും അത് കഴിഞ്ഞ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു 2-3 എക്സാമ്പിൾ കാണിച്ചു തരാം. അത് കാണിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓക്കെ, ഒരു കമ്പനി ഞാൻ കണ്ടിരുന്നു, ഇത് ഉപയോഗിക്കാനുള്ളൊരു സ്റ്റോക്കും കൂടെ പറഞ്ഞു തരൂ. അത് സ്റ്റോക്കിൻ്റെ പേര് ഞാൻ അങ്ങനെ റെക്കമെൻഡായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഐ ആം നോട്ട് എ SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. പക്ഷേ റെക്കമെൻഡ് ചെയ്യാതെ തന്നെ ഞാൻ സ്വന്തമായി ട്രേഡ് എടുത്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും യൂട്യൂബിൽ ഉണ്ടാക്കാറുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സ്വന്തമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ അവസാനം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പം അത് നമുക്ക് സംസാരിക്കാം എന്തായാലും. അപ്പം നമുക്ക് ആദ്യം പാറ്റേൺസ് കാണാം, അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അതിപ്പം അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ചാർട്ട് പാറ്റേൺസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപയോഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. കാരണം ഞാൻ ഈ ചാനലിൽ ഫ്യൂച്ചേഴ്സിൻ്റെയോ ഓപ്ഷൻസിൻ്റെയോ അങ്ങനത്തെ ഡെറിവേറ്റീവ് ട്രേഡിങ്സിൻ്റെ യാതൊരു കാര്യവും സംസാരിക്കാറില്ല. ഈ ഒരു ചാനലെന്ന് പറയുന്നത് ഇക്വിറ്റി ട്രേഡിങ്ങിന് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന, എന്ന് വെച്ചാൽ അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ മറ്റുള്ള ഡെറിവേറ്റീവ് ട്രേഡിങ്സിന് സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അപ്പം ഈ ചാനലിൽ നിങ്ങൾക്ക് FNOനെ കുറിച്ച് യാതൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുകയില്ല. ഓക്കെ, അതിനോട് എഗനിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ മതി. അതിനോട് എഗനിസ്റ്റ് ആയിട്ട് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെയാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഗ്രൂപ്പ് രണ്ടാമത് തുടങ്ങണം എന്ന് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ടെലഗ്രാമിലാണ് ആ ഗ്രൂപ്പ് ഉണ്ടാവുക. ഒരു ഉറപ്പുമില്ല അതിനകത്ത്. ഇത് ഇനിയിപ്പോൾ എപ്പോഴാണ് സെബിൻ്റെ പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നത്, അപ്പോൾ അതിലൊന്നും പോയി പെടാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. കാരണം ഇങ്ങനെ 2-3 പേരുടെ പൈസയൊക്കെ പോയി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. സ്പാമിങ് ചെയ്തിട്ട് ആൾക്കാർ എൻ്റെ പേരും പറഞ്ഞിട്ട് എന്താ പറയുക, അവർക്ക് ട്രേഡ്സുകൾ കൊടുക്കുന്നു, അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിന് ഓപ്ഷൻസിനെ കുറിച്ച് അവർക്ക് ട്രേഡുകൾ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിർത്തിയിരുന്നത്. പക്ഷേ നിർത്തി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരുപാട് എനിക്ക് മെസ്സേജ് വന്നു, ആ ഒരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അവർക്ക് ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. അപ്പം ഞാനത് രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട്. ടെലഗ്രാമിലാണ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അവിടെ എന്താണ് നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആയിരിക്കില്ല അത് ജസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ട്രേഡ്സ് എപ്പോഴെങ്കിലും ഞാൻ എടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഗ്രൂപ്പ് ഉള്ളത്. സോ വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രാറ്റജി വീഡിയോ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം എന്താണ്, റൂൾസാണ് ആദ്യം നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂൾസ് എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റൂൾ എന്താണ്, ഇത് നമുക്ക് ചെറുതാക്കാം. ആദ്യം നമ്മൾ റൂൾസ് മൊത്തം പഠിക്കാം. ഇതാണ് നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത്. എന്താണ്, കമ്പനി ഷുഡ് ബി പ്രോഫിറ്റ് മേക്കിംഗ്. നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ, നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്തോളൂ, ഇത് എഴുതിയെടുത്തോളൂ. ഇതാണ് റൂൾസ്, ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ കമ്പനി ഷുഡ് ബി പ്രോഫിറ്റ് മേക്കിംഗ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ, ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ എന്താണ്, റാലി ബിഫോർ ദ ഫോൾ. ഒരു സ്പീഡായിട്ടുള്ള സ്റ്റീപ്പായിട്ടുള്ള റാലി നമുക്കുണ്ടാവണം ബിഫോർ ദ ഫോൾ. ഓക്കെ, അത് രണ്ടാമത്തെ റൂളാണ്. ഇതിങ്ങനെ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. മൂന്നാമത്തെ റൂൾ എന്താണ്, 2 സപ്പോർട്ട് ലെവൽ വേണം. അതേപോലെ തന്നെ നാലാമത്തെ റൂൾ 2 റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് വേണം. ഓക്കെ, ഇത് നാലാമത്തെ റൂളാണ്. റൈറ്റ്.
അഞ്ചാമത്തെ എന്താണ്, മിനിമം 25% എങ്കിലും പ്രോഫിറ്റ് മാർജിനുള്ള റേഞ്ച് എങ്കിലും നമുക്ക് ഉണ്ടാവണം നമ്മളിത് ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് അഞ്ചാമത്തെ റൂൾ. ഞാൻ എല്ലാം പറഞ്ഞു തരാം, ഓരോന്നായിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഔട്ട് വിത്ത് ദ ക്യാൻഡിൽ, അതേപോലെ തന്നെ 4% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ മാക്സിമം 6% ഇൻ വൺ സ്റ്റോക്ക് നമ്മൾ ഇതിനകത്ത് താഴേക്ക് പോയാൽ നമ്മൾ ആവറേജ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ആവുന്നു. ഇത്രയും സിമ്പിളായിട്ടുള്ള റൂളാണ്. അപ്പം നമുക്ക് റൂൾസ് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് ഈ സ്ട്രാറ്റജി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതേപോലെ തന്നെ എങ്ങനെ ഇത് നമുക്ക് ചാർട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് ഒന്ന് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ പാറ്റേൺ വേണം അല്ലേ. ആദ്യം ഞാൻ സംസാരിച്ചിരുന്നു ട്രയാങ്കിൾ പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോന്നായിട്ട് ഓപ്ഷൻ കിട്ടും. അതിനകത്ത് നിന്ന് ട്രെൻഡ് ലൈൻ നമ്മൾ എടുക്കുക. അപ്പോൾ ട്രെൻഡ് ലൈൻ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ തൊട്ട് തുടങ്ങി ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പാറ്റേൺ ഇവിടെ ഫോം ആവുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കും വരുന്നുണ്ട് അല്ലേ, ഇങ്ങനെയും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 3 പോയിൻ്റ് ആയോ, ഇതാണ് ഇതിൻ്റെ ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ട്രയാങ്കിൾ പാറ്റേൺ. അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ഫോം ആയി കഴിയുമ്പോൾ ഇത് ശരിക്കും ഇതിലിപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ട്രഡീഷണൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ് കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ പുതിയ മാർക്കറ്റിൽ വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്ന പോലത്തെ ആ ഒരു സംഭവമല്ല പറഞ്ഞത്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം എന്താണ്, സിംപ്ലിസിറ്റിയിലാണ് നമുക്ക് പൈസയുള്ളത്. അല്ലാതെ നമുക്ക് ഒരുപാട് അഡ്വാൻസ് ലെവലിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. സിംപ്ലിസിറ്റിയിലാണ് ഇപ്പോഴും പൈസ ഉണ്ടാവുന്നത്. ഞാനതാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ റൂൾസ് നമ്മൾ എന്താണ് പഠിച്ചത്, ഇതിന് 2 സപ്പോർട്ട് ലെവലും അതേപോലെ തന്നെ 2 റെസിസ്റ്റൻസ് ലെവലും വേണം. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ എന്താണ് നോക്കേണ്ടത്, ഇങ്ങനെ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതിങ്ങനെ ഒരു പാറ്റേൺ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴേക്ക്, ഈ സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഇങ്ങനെ താഴേക്ക് വരുന്നു. പിന്നെ ഇതിൻ്റെ ഹൈയിലേക്കാളും താഴെയാണ് അത് വന്ന് ക്ലോസ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ, അത് കഴിഞ്ഞ് പിന്നെയും ഇത് താഴേക്ക് വന്നു. ഇത് ബ്രേക്ക് ഔട്ട് ആകുന്നതിന് മുമ്പാണ് കേട്ടോ. രണ്ടാമത്തെ ലെവലായത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കോപ്പി ചെയ്തിട്ട് പിന്നെയും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെവൽ പിന്നെയും താഴെയായോ അല്ലേ. അത് കഴിഞ്ഞ് അടുത്ത് നോക്കിക്കോളൂ, പിന്നെ അതിന് ലെവൽ എവിടെയാണ്, താഴെയാണല്ലോ ഉള്ളത് അല്ലേ. അടുത്ത് നോക്കിക്കോളൂ, പിന്നെ താഴേക്ക് വന്നോ, ഇതാണ് അതിൻ്റെ താഴെയുള്ളത് അല്ലേ. ഇങ്ങനെയാണ് എന്താ പറയുക, സ്റ്റോക്ക് പ്രൈസ് ഒരിക്കലും അതിൻ്റെ പ്രീവിയസ് ഹൈനെ മുകളിലേക്ക് പോയിട്ട് ക്ലോസ് ചെയ്യാതെ താഴേക്ക് വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് അല്ലേ. സപ്പോർട്ട് സോൺ എന്താണ്? അപ്പം സപ്പോർട്ട് സോൺ ഇവിടെ താഴെയുണ്ട്. അതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് താഴെ. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോളൂ, അത് പിന്നെയും അടുത്തത് വന്നു, കുറച്ച് കഴിഞ്ഞ് മേലെ വന്നു അല്ലേ. അത് കഴിഞ്ഞ് പിന്നെയും ഒന്ന് നോക്കിക്കോളൂ, പിന്നെ അതിൻ്റെ ലെവൽ ഈ ഒരു ലാസ്റ്റ് ലോയിനെ ഒരിക്കലും ഇത് ബ്രേക്ക് ആയിട്ടില്ല. പിന്നെയും ഒന്ന് മേലെ പോയി ഇവിടെ സപ്പോർട്ട് എടുത്തു, നമുക്ക് ഇവിടെ തന്നെ പിടിക്കാം. ഇവിടെ സപ്പോർട്ട് എടുത്തു, പിന്നെയും അത് കഴിഞ്ഞിട്ട് എന്താണ് മേലേക്ക് പോയിട്ട് ഇവിടെ സപ്പോർട്ട് വന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. ശരിക്കും ലൈൻ അല്ല അത്. ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു വെറും ലൈൻ അല്ല, അതൊരു സോണാണ് ബേസിക്കലി അല്ലേ. അതിനകത്ത് കുറച്ചൊക്കെ ക്യാൻഡിൽ മേലേക്കോ താഴേക്കൊക്കെ പോകാം, യാതൊരു പ്രശ്നവുമില്ല അതിനകത്ത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് താഴേക്ക് പോയിട്ട് പിന്നെയും മേലേക്ക് പോയിട്ടുണ്ട്. ആ ലൈനിനെ ക്രോസ് ചെയ്തിട്ട് എന്ന് വെച്ചിട്ട് അത് ബ്രേക്ക് ഔട്ട് അങ്ങനെയൊന്നുമില്ല. ബോട്ടം സോൺ നമ്മൾ നോക്കുമ്പോൾ അത് കുറച്ചൊക്കെ ക്യാൻഡിൽസ് താഴേക്കും മേലേക്കൊക്കെ കിടക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടോപ്പ് സോണിൽ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ഔട്ട് നമ്മൾ കൃത്യമായിട്ട് കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഫണ്ടാന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്കൊരു പാറ്റേൺ ഒരു സ്റ്റോക്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഫസ്റ്റ് കൺഫർമേഷൻ. ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ ഫോർമേഷൻ ആയി കഴിഞ്ഞു എന്നുള്ളൊരു കൺഫർമേഷൻ അല്ലേ. നമുക്കിനി ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണുള്ളത്. അപ്പം ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇതിൽ ഫസ്റ്റ് നമുക്ക് 2 റെസിസ്റ്റൻസ് ലെവലും വേണം, 2 സപ്പോർട്ട് ലെവലും വേണം അല്ലേ. അപ്പോൾ 2 റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇതാണ്, ഈ തുടക്കം തന്നെയാണ് അതിൻ്റെ ഒന്നും നമുക്ക് കണക്ക് കൂട്ടാം അല്ലേ. രണ്ടാമതായിട്ട് എന്താണ്, ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലെവൽ. ഓക്കെ, മൂന്നാമത്തെ എവിടെയാണുള്ളത്? മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ലൈനിൽ പിന്നെയും ഇപ്പോൾ ഇത് ടച്ച് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇതൊരു മേലത്തെ ലെവൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് ലെവലും നമ്മൾ പറയാൻ പറ്റില്ല.
ഒരു വട്ടം ഈ ലൈൻ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പോയി മുകളിൽ പോയി ആ മുകളിലത്തെ റെസിസ്റ്റൻസ് ലെവലിനെ അല്ലെങ്കിൽ ആ സോണിനെ ടച്ച് ചെയ്തിട്ട് താഴേക്ക് വന്നാൽ മാത്രമാണ് അതിനൊരു ഒന്നാമത്തെ സപ്പോർട്ടും ഒന്നാമത്തെ റെസിസ്റ്റൻസും എന്ന് നമ്മൾ കണക്ക് കൂട്ടുക. റേഞ്ച് മുകളിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സെയിം തന്നെയാണ് ഇവിടെയും ഞാൻ പറയുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ എന്താണ്, കുറച്ചുകൂടെ അത് വലുതാക്കാം. ഓക്കെ, ഇതെന്നിട്ട് ഒന്നാമത്തെ സപ്പോർട്ട് സോണാണത് അല്ലേ. ഇതതിൻ്റെ ഒന്നാമത്തെ റെസിസ്റ്റൻസ് സോണുമാണ്, റൈറ്റ്. രണ്ടാമത് എവിടെയാണ് ഉണ്ടാവേണ്ടത്? രണ്ടാമത് താഴെ വന്ന് മുകളിലേക്ക് ഈ ലൈൻ പോയി മുകളിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ രണ്ടാമതും താഴെ വന്ന് ഈ സപ്പോർട്ട് ലെവലിനെ ടച്ച് ചെയ്യണം. അപ്പോഴാണത് ഒരു സൈക്കിൾ പൂർത്തിയായി നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇത് ഒരെണ്ണമായി. അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് എന്താണ്, പിന്നെയും നമ്മളിവിടെ ഒരെണ്ണം നമുക്കൊരു സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും നമുക്ക് കിട്ടി അല്ലേ. ഇതതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റാണ്, റൈറ്റ്. യെസ്, ഇതതിൻ്റെ രണ്ടാമത്തെ സപ്പോർട്ടുമായി മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ലൈൻ ഇവിടെ ടച്ച് ചെയ്തിട്ട് പിന്നെയും മുകളിൽ പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായി, ഇത് ഈ രണ്ടാമത്തെ സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 2 സപ്പോർട്ട് ലെവലും 2 റെസിസ്റ്റൻസ് ലെവലും നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് താഴെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ മുകളിൽ പോയി ഈ ലൈൻ ടച്ച് ചെയ്തിട്ട് പിന്നെ ഇത് താഴെ വന്ന് ഇവരെ ടച്ച് ആവണം. ഇതിവിടെ അല്ല ഉണ്ടാവേണ്ടത്, ഇവിടെ കുറച്ചുകൂടെ താഴെയാണ്, സോറി. പിന്നെ വന്ന് ഇവിടെ താഴെ ടച്ച് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അത് വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒന്നാമത്തെ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയി, രണ്ടാമത്തത് ഇവിടെ കംപ്ലീറ്റ് ആയി, താഴെ തുടങ്ങി മുകളിൽ പോയി ടച്ച് ചെയ്ത് അവിടെ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ 2 വട്ടം നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ കൺഫർമേഷനാണ്. ഒന്നാമത്തെ എന്താണ്, ഒരു ട്രയാങ്കിൾ പാറ്റേൺ വേണം. രണ്ടാമത്തെ എന്താണ്, ഇങ്ങനെ ഒരു 2 റെസിസ്റ്റൻസും 2 സപ്പോർട്ടും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സംസാരിച്ചു. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? അത് കഴിഞ്ഞിട്ട് പ്രൈസ് താഴെ വന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ വന്നിട്ട് താഴെ വന്നിട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെയും ഇവിടെ താഴെ ടച്ച് ചെയ്യാതെ പോയാലും കുഴപ്പമൊന്നുമില്ല. 2 എണ്ണം വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഇത് മൂന്നാമത്തെയാണ്. ശരിക്കും പറഞ്ഞാൽ മൂന്നാമത് വന്ന് ടച്ച് ചെയ്തു, ദാറ്റ്സ് എ ഗുഡ് പോയിൻറ്റ് ബേസിക്കലി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം മൂന്നാമത് ഇവിടെ വന്ന് ടച്ച് ചെയ്തു, ഇത് 2 അല്ലേ, ഇത് 2. മൂന്നാമത് ഇവിടെ വന്ന് ടച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ ടച്ച് ചെയ്യുമ്പോൾ ഇതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ വന്ന് ടച്ച് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് താഴെ വന്നിട്ട് രണ്ടാമത് ടച്ച് ചെയ്താൽ ഇത് 4 എന്ന് കണക്ക് കൂട്ടാമോ? നോ. 3 ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3 ഇവിടെ പോയി അവസാനിക്കണം, റൈറ്റ്. അപ്പോൾ 3 അവസാനിച്ചു അവിടെ അല്ലേ. ഇവിടെ 3ൻ്റെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ 3ൻ്റെ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയി പോയാലും നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതല്ല ഇനിയിപ്പോൾ താഴെ വന്നിട്ട് പിന്നെയും ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ദാറ്റ് ഈസ് സൂപ്പർ കൂൾ, നോ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിപ്പോൾ മൂന്നാമത്തെ അവിടെ ടച്ച് ചെയ്തു, പിന്നെയും താഴെ വന്നു, പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ രണ്ടാമത്തെ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയതിനു ശേഷം താഴെ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇവിടെ ഈ ലൈനിന് ബ്രേക്ക് ഔട്ട് ആയി പോകുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. ഇവിടുന്നോ അല്ലെങ്കിൽ പിന്നെ ഇവിടുന്നോ അങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കരുത്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചിലപ്പോൾ എന്താവും, കണ്ടോ, ഇതിവിടെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ, ഇതിവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടി വിചാരിച്ചാൽ നടക്കില്ല. ചിലപ്പോൾ അത് താഴേക്ക് വരും, ചിലപ്പോൾ ഇങ്ങനെ മേലെ പോയിട്ട് പിന്നെയും താഴേക്ക് വരാൻ സാധ്യതയുണ്ട് ടച്ച് ചെയ്യാതെ. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ ടാർഗറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ട്രയാങ്കിളിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എത്ര കാലം ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ട്രയാങ്കിളിനകത്ത് തന്നെ എത്ര സമയത്തേക്ക് ഇത് നിന്ന് പോകും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? ഇതിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇഫ് യു ആർ എ ലിറ്റിൽ ബിറ്റ് ലോങ് ടേം പെർസ്പെക്റ്റീവ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇനി നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് അല്ലേ. ഈ ടാർഗറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെയുണ്ട്. ഇങ്ങനെ വെറുതെ നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല. എന്താണ് റൂൾസ്? നമ്മുടെ ആദ്യം പഠിച്ചത് 2 റെസിസ്റ്റൻസും 2 സപ്പോർട്ടും കിട്ടി. മിനിമം 25%-എങ്കിലും നമുക്കതിൽ എന്ത് വേണം? ഒരു ടാർഗറ്റ് വേണം അല്ലേ. അപ്പോൾ അതിന് ടാർഗറ്റ് നമുക്ക് ആദ്യം മനസ്സിലാവണം. എങ്ങനെയാണ് ടാർഗറ്റ് നമ്മൾ അളക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സംസാരിച്ച ആദ്യത്തെ കാര്യം എന്താണ്? റാലി ബിഫോർ ദ ഫോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ റാലി ബിഫോർ ദ ഫോൾ എന്ന് പറയുമ്പോൾ ഈ റാലി, ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ റാലി ഉണ്ടല്ലോ, ഇവിടുന്ന് തുടങ്ങി ഇത് ഇങ്ങോട്ട് നല്ല സ്പീഡിൽ തന്നെ പോയ ഒരു റാലി ആയിരിക്കണം.
ഓക്കെ, നമ്മളിപ്പോൾ ബേസിക്കായിട്ട് അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പഠിച്ചു. ഇനി എന്തെങ്കിലും റൂൾസ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. നമുക്ക് കമ്പനി ഷുഡ് ബി പ്രോഫിറ്റ് മേക്കിംഗ്, അത് നമുക്ക് നോക്കാൻ ബാക്കിയുണ്ട്. റാലി ബിഫോർ ദ ഫോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. ഇതാണ്, ഇങ്ങനെ റാലി ഉണ്ടാവണം. ഓക്കെ, ഒരു സ്പീഡായിട്ടുള്ള റാലി വേണം. ആ റാലി എത്ര സമയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ. ഈ സ്പീഡായിട്ടുള്ള റാലി ഇവിടെ ഉണ്ടായി. 214 ദിവസം കൊണ്ട് 76% ഗെയിനാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് അല്ലേ, 214 ദിവസം കൊണ്ട്. അപ്പം ഇറ്റ്സ് എ സ്പീഡ് റാലി. ഒരു വർഷത്തിലും താഴെയുള്ള സമയം കൊണ്ട് 76% ഇത് മൂവ് ആയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് പ്രൈസ് വളരെ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റാലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ട്രയാങ്കിൾ പാറ്റേൺ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ആദ്യമേ ഇതൊന്നും വരച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പീഡായിട്ടുള്ള റാലി ഇങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള പാറ്റേൺ ഫോം ആകുമ്പോൾ അതൊരു വാലിഡ് പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ സ്പീഡായിട്ടുള്ള റാലി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന റൂൾ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കമ്പനി ഷുഡ് ബി പ്രോഫിറ്റ് മേക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കിനി നോക്കണം. പിന്നെ മിനിമം 25% റേഞ്ച് എങ്കിലും ഉണ്ടാവണം. അപ്പം നമുക്ക് എവിടെ എത്ര കിട്ടി? 62% നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, 62 അല്ല, നമുക്കിവിടെ എത്ര കിട്ടി? 76% ഒരു റാലി നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് ബേസിക്കലി. പിന്നെ കമ്പനി ഷുഡ് ബി പ്രോഫിറ്റ് മേക്കിംഗ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ, 6ാമത്തെ പോയിൻറ്റ്. പിന്നെ ബ്രേക്ക് ഔട്ട് വിത്ത് ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്കിനി കമ്പനി പ്രോഫിറ്റ് മേക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് സ്ക്രീനറിൽ പോയിട്ട് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് മേക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത്? പ്രോഫിറ്റ് മേക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടത് ഈ തുടക്കമില്ലേ, ഈ ഒന്നാമത്തെ തുടക്കം ഇവിടം തൊട്ടിട്ടുള്ള അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്ക് ഔട്ട് ആയി വരുന്ന ആ ഒരു സമയം വരെയുള്ള ഫിനാൻഷ്യൽസ് നോക്കണം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ എത്ര സമയമുണ്ട് ഇവിടെ നോക്കിക്കോളൂ. ഇതെന്ന് പറയുന്നത് 2021 ഫെബ്രുവരി ആ മാസമാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് ആവുന്നത് എപ്പോഴാണ്? 2023 ബ്രേക്ക് ഔട്ട് ആവുന്നത്. ഓക്കെ, അപ്പം 21 മാർച്ച് മുതലുള്ള അല്ലെങ്കിൽ ഫെബ്രുവരി മുതലുള്ള ഡാറ്റ നമുക്ക് നോക്കാം. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ ഇതിപ്പോൾ ഞാൻ സ്ക്രീനറിൽ വന്നിട്ട് ഇതാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ സ്ക്രീനറിലുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് എപ്പോൾ തൊട്ടാണ് നമുക്ക് വേണ്ടത്? നമുക്കിവിടെ നോക്കേണ്ടത് ഫെബ്രുവരി 2021 മുതലുള്ള. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴും തൊട്ടുള്ള വേണ്ടത് നമുക്ക് 2021 ഫെബ്രുവരി മുതലുള്ള ഡാറ്റ നമുക്ക് വേണം, 2023 വരെയുള്ളത്. ഓക്കെ, അപ്പോൾ 21 ഫെബ്രുവരി എവിടെയാണ്? 21 ഫെബ്രുവരി വരുന്നത് അത് എവിടെ വരുന്നുണ്ട്? 5783 കോടി രൂപ സെയിൽസ് ഉണ്ടായിരുന്നു. 2023 ആയപ്പോഴത്തേനും അത് 9760 കോടി രൂപ സെയിൽസുള്ള ഒരു കമ്പനിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫൈനാൻഷ്യൽ നമ്പേഴ്സിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇത് നമ്മുടെ ചെക്ക് പോയിൻ്റ് ആണ് കേട്ടോ, റൂൾസാണ് ഇതെല്ലാം. ഓക്കെ, ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസാണ് ഇതെല്ലാം. അതേപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പിന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ എന്തായി? 2023 മെയ്യിലാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്. 2023 മെയ്യിൻ്റെ ഡിസംബർ നമ്മളിവിടെ എന്താ പറയുക, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, ഇവിടെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 260, 332 കോടി രൂപേൻ്റെ ഇമ്പ്രൂവ്മെൻറ്റോട് കൂടി ഇത് മുമ്പോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സെയിൽസിലും ഇത് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കൺഫർമേഷൻ കിട്ടി? നമ്മളൊരു പാറ്റേൺ ഫോം ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞിൽ അതിൽ എങ്ങനെ പാറ്റേൺ വരയ്ക്കണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നമുക്ക് സപ്പോർട്ട് ലെവൽ 2 വേണം, റെസിസ്റ്റൻസ് 2 വേണം. അത് രണ്ടും നമ്മൾ എങ്ങനെ വരയ്ക്കണം എന്ന് പഠിച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് ദ ടോപ്പ് പാർട്ട് ഓഫ് ദ ട്രയാങ്കിൾ. അത് കഴിഞ്ഞ് രണ്ടാമത് തുടങ്ങി, പിന്നെ മൂന്നാമത്തത് അങ്ങനെയാണത് പോവുക അല്ലേ. ഒന്ന് സൈക്കിൾ കംപ്ലീറ്റ് ആവണം, 2 സൈക്കിൾ കംപ്ലീറ്റ് ആവണം, 3 സൈക്കിൾ കംപ്ലീറ്റ് ആവണം. അങ്ങനെ നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് 2 മതി. 2 സപ്പോർട്ടും 2 റെസിസ്റ്റൻസും മാത്രം മതി. അപ്പോൾ ഇതും മതി. ഓക്കെ, ഇതും മതി. ഇങ്ങനെ ഈ 2 പോയിൻറ്റ് താഴെ 2 പോയിൻറ്റ് മുകളിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രേഡ് വാലിഡ് ആണ്. നമുക്ക് ഈ ട്രയാങ്കിൾ പാറ്റേൺ വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ഇപ്പം നമ്മളതിൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അടുത്ത റൂൾ എന്താണ്? ഗ്രീൻ ക്യാൻഡിലിൽ ഇതിൽ പിന്നെ ബ്രേക്ക് ഔട്ട് വേണം. മൂന്നാമത്തിൽ നമ്മളിവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൺഫർമേഷനായിട്ട് ഒരു പുതിയ ക്യാൻഡിൽ അവിടെ മുകളിൽ ആ ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ഫോം ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ഔട്ടായി, അതിന് മുകളിൽ ക്ലോസിങ് കിട്ടി നമുക്ക്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ്.
ലാസ്റ്റ് ഇത് ബ്രേക്ക് ഔട്ട് ആയപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയി. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ ഇവിടെയാണ് എൻട്രി എടുക്കുക. ആ ക്യാൻഡിൽ കുറച്ച് വലുതായി എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നു. എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ പിന്നെ ടാർഗറ്റ് എത്ര വേണം? ടാർഗറ്റ് ഇവിടെ ആയിരിക്കും നമുക്കുണ്ടാവുക. ഓക്കെ, നമ്മുടെ ബ്രേക്ക് ഔട്ടിൽ നിന്ന് എടുത്തിട്ട് അതിനെ ആ ഒരു പോയിന്റിൽ നമ്മൾ വയ്ക്കുക, ഇവിടെ വയ്ക്കുക. എവിടെ നിന്നാണോ ബ്രേക്ക് ഔട്ട് ആയത് അവിടെ വയ്ക്കുക. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കുന്നിടത്തല്ല, എവിടെയാണോ ബ്രേക്ക് ഔട്ട് ആയത് അവിടെ വയ്ക്കുക. ബ്രേക്ക് ഔട്ടിൻ്റെ പോയിന്റിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടാർഗറ്റ് ഇതാ ഇവിടെ അച്ചീവായി. ഓക്കെ, എത്ര സമയം കൊണ്ട് അച്ചീവായത്? 392 ഡേയ്സിൽ 52% പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു വർഷം കൊണ്ട് 50% പ്രോഫിറ്റാണ് നമുക്ക് ഇതിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് നോക്കിക്കോളൂ, ഇത് ഹാവൽസിൻ്റെ ചാർട്ടാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു താഴത്തെ ഇവിടെ ഒന്നും കംപ്ലീറ്റ് ആയി അല്ലേ, സപ്പോർട്ടും റെസിസ്റ്റൻസും കംപ്ലീറ്റ് ആയി, പിന്നെ സോൺ കംപ്ലീറ്റ് ആയി, പിന്നെ ഇവിടെ രണ്ടാമത്തെ ഇവിടെ വന്നു, രണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ ചാർട്ടിൽ നോക്കിയാൽ മതി. അതേപോലെ തന്നെ രണ്ടും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 2 കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടി, റെസിസ്റ്റൻസും സപ്പോർട്ടും കിട്ടി. പ്രൈസ് താഴേക്ക് വന്നു, ടച്ച് ചെയ്തു, ഇവിടെ ബ്രേക്ക് ഔട്ട് ആയി. അതേ റൂൾ തന്നെ നമ്മൾ ഫോളോ ചെയ്തു. നമ്മളിതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അളന്നു അല്ലേ, ഇങ്ങനെ അളന്നു. അതേ സാധനത്തിനെ ആ ബ്രേക്ക് ഔട്ടിൽ തന്നെ നമ്മൾ കൊണ്ടുവച്ചു. നമ്മുടെ ടാർഗറ്റ് അച്ചീവായി. എപ്പോൾ അച്ചീവായി? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 352 ഡേയ്സ് 40% പ്രോഫിറ്റ്. 352 ദിവസം കൊണ്ട് 40% പ്രോഫിറ്റ്. ഒരു വർഷത്തിൽ 40% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇതിനേക്കാളും ഫാസ്റ്റായിട്ടുള്ള വേ ഇല്ല. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് വന്നേക്കുന്നത്. ജസ്റ്റ് 1 ഇയർ 40% ഗെയിൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ 1 ലക്ഷം രൂപ 1,40,000 രൂപയായി ഒറ്റ വർഷം കൊണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾ നമ്മൾ നോക്കി. പിന്നെ മൂന്നാമത്തെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. 5 പൈസയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 പൈസയിലും സെയിം തന്നെയാണ്. ഇതിന് ബാക്കി റൂൾസ് ഞാൻ പിന്നെയും പറയണ്ടല്ലോ. കാരണം നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റ് നമുക്ക് കിട്ടി. ഒന്ന് ഇവിടെ കംപ്ലീറ്റ് ആയി. ഒന്നും ഈ പോയിന്റ് ഇവിടെ തുടങ്ങി, ഇവിടെ അവസാനിച്ചു. അതൊന്നും കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ 2ആണ്, റൈറ്റ്. ഈ 2 എന്ന് പറയുന്നത് പോയിന്റ് ഇവിടെ മേലെ വന്നു, ഇവിടെ കംപ്ലീറ്റ് ആയി അല്ലേ. അപ്പോൾ നമുക്ക് 2 സപ്പോർട്ടും 2 റെസിസ്റ്റൻസും കിട്ടി. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് പിന്നെ ഇതിവിടെ ഇങ്ങനെ കുറേ ടച്ച് ചെയ്ത് വന്നു. ഇത് 3, 4, 5 എന്ന് നമ്മൾ കണക്ക് കൂട്ടാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ കംപ്ലീറ്റ് ആയാൽ പിന്നെ 3 എന്ന് പറയുന്നത് താഴത്തെ ലൈനിൽ വന്ന് ടച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ താഴത്തെ ലെവൽ ടച്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ 3 എന്ന പോയിന്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇതിനി എപ്പോൾ ബ്രേക്ക് ഔട്ട് ആയാലും നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അല്ലേ. ഇവിടെ നമുക്കിത് ബ്രേക്ക് ഔട്ടായി, നമ്മൾ ട്രേഡ് എടുത്തു. അതിൻ്റെ ടാർഗറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. നമ്മളിവിടെ തുടങ്ങി, ഇവിടെ നമുക്ക് കിട്ടി. അതിന് നമ്മൾ എടുത്ത് ഈ ബ്രേക്ക് ഔട്ടിൽ വെച്ചു അല്ലേ. നമുക്കിതാ എത്ര സമയം കൊണ്ട് ആ ടാർഗറ്റ് കിട്ടി? നമുക്ക് 259 ഡേയ്സിൽ 116% ഗെയിൻ കിട്ടി. 261 ഡേയ്സിൽ 116% ഗെയിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, സോ അതാണ് ഈ ഒരു പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മൾ എൻട്രി എടുക്കുന്നത് ഒരു എന്താ പറയുക, അവിടുന്ന് ആ ഒരു സംഭവം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ ടാർഗറ്റിൽ എത്തിയിട്ടേ നിൽക്കുകയുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക ഇവിടെ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും ഒരു ഫാസ്റ്റായിട്ട് നമുക്ക് അച്ചീവ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഒരു വർഷത്തിൽ 40%, 50% ഇത് കണ്ടല്ലോ, 116%. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതുണ്ടാവുക. അതേ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, 5 പൈസേൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ? 5 പൈസയിൽ ഫെബ്രുവരി 2021, അത് കഴിഞ്ഞ് ഏപ്രിൽ 2023 അല്ലേ. 5 പൈസ നമുക്ക് നോക്കാം. 21 സെയിൽസ് നമ്മൾ നോക്കുമ്പോൾ 196 കോടി രൂപ. എവിടം വരെയുള്ള ഡാറ്റ നമ്മൾ നോക്കണം. നമ്മളിവിടെ എൻട്രി എടുക്കുമ്പോൾ 2023 ഏപ്രിലാണ്. അപ്പോൾ 23 ഏപ്രിൽ 338 കോടി രൂപ. സൂപ്പറായിട്ട് സെയിൽസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ കിട്ടിയോ? നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. 17 കോടി രൂപ ഉണ്ടായിരുന്നു, 43 കോടി രൂപയായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു? നമ്മളവിടെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കൺഫർമേഷൻസ് കിട്ടി, ബ്രേക്ക് ഔട്ടും ആയി. അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു, 116% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു വിത്തിൻ ലെസ് ദെൻ 1 ഇയർ. ഈസി അല്ലേ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നല്ല കമ്പനികളിൽ മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പെനി സ്റ്റോക്കുകൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ നമ്മളിപ്പോൾ ട്രേഡ് ഇവിടെ എടുത്തു, ഓക്കെ, ട്രേഡ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചെക്ക് പോയിൻറ്റ്സ് ഒക്കെ വെക്കുന്നത്? കാരണം നമ്മളിവിടെ ട്രേഡ് എടുത്തു, അത് കഴിഞ്ഞ് പ്രൈസ് ചിലപ്പോൾ താഴേക്ക് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാം.
അങ്ങനെ വന്നാൽ തന്നെ ഓക്കെ, ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ വയ്ക്കാറില്ല. നമ്മൾ വയ്ക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്താണ്? കമ്പനിയുടെ സെലക്ഷൻ അല്ലേ, അതിൻ്റെ പിന്നെ നല്ല കമ്പനിയുടെ സെലക്ഷൻ, പ്രോപ്പർ പാറ്റേൺ, പ്രോപ്പർ റൂൾസ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫിനാൻഷ്യൽ നമ്പേഴ്സിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഇതെല്ലാം ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അല്ലാതെ കമ്പനിയുടെ പ്രൈസ് അല്ല. പ്രൈസിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇന്ന് വരെ ഒരാളും പൈസ ഉണ്ടാക്കിയിട്ടില്ല സുഹൃത്തെ. അപ്പോൾ അത് മനസ്സിലാക്കുക. സ്റ്റോപ്പ് ലോസ് എന്ന കൺസെപ്റ്റ് അത് വെറും ഒരു പൊട്ടത്തരാണ്. നമ്മൾ പിന്നെ ഇക്വിറ്റി ട്രേഡേഴ്സ് ആണെങ്കിൽ ഇക്വിറ്റി ട്രേഡിങ് ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് പൈസ ഉണ്ടാവുക. അല്ലാതെ സ്റ്റോപ്പ് ലോസ് എന്ന കൺസെപ്റ്റ് ഇല്ല നമുക്ക് ഈ ഒരു പിന്നെ ഇക്വിറ്റി ട്രേഡിങ്ങിൽ. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇല്ലാത്തെന്നുള്ള കാര്യം എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോഴ്സിൽ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്കപ്പോൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് പണക്കാരനാവുക എന്നുള്ളത് പിന്നെ ഒരു നല്ല കാര്യമല്ല. അപ്പോൾ നിങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഇക്വിറ്റി ട്രേഡിംഗ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പം ഇക്വിറ്റി ട്രേഡിംഗ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ട എന്താണ്, ഇതേ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ട്രേഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ലക്സ് ഇൻഡസ്ട്രീസിൻ്റെ വീഡിയോ ഞാനൊരു 6 മാസം മുമ്പ് നമ്മുടെ ചാനലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, കണ്ടു നോക്കൂ. ഓക്കെ, അപ്പം ലക്സ് ഇൻഡസ്ട്രീസിൽ സംഭവിക്കുന്ന എന്താണ്, അത് അവിടെ ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു, ഒന്നും കംപ്ലീറ്റ് ആയി. 2 ഇവിടെ തുടങ്ങി, 2 ഇവിടെ അവസാനിച്ചു, രണ്ടും കംപ്ലീറ്റ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് മൂന്നാമത്തത് ഇതാ ഇവിടെ തുടങ്ങി, ഇവിടെ ഇത് ബ്രേക്ക് ഔട്ടായി. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ശതമാനം പ്രോഫിറ്റിലാണ് ഞാൻ ഉള്ളത്. ഞാനിവിടെ എൻട്രി എടുത്തിരുന്നു ബ്രേക്ക് ഔട്ടിൽ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഉള്ളത് ഇത് ആക്ച്വലി ഇത് പോയേക്കുന്നത് 26% വരെ പോയിരുന്നു. പിന്നെ ഇപ്പോൾ 22% പ്രോഫിറ്റിലായിരിക്കും ഞാനുണ്ടാവുക. ഞാനതിൽ കൂടുതൽ പ്രോഫിറ്റിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്ന്, ഇത് 2, ഇത് 3. ഓക്കെ, അപ്പോൾ ഇത് 3 പിന്നെ എൻ്റെ പ്രോഫിറ്റുകളാണ്. അപ്പോൾ ഞാനിങ്ങനെ ട്രേഡ് എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട്. പ്രോഫിറ്റിലാണോ? പ്രോഫിറ്റിലാണ്. ബുക്ക് ചെയ്തോ? ഇത്രയും പ്രോഫിറ്റ് വന്നു, പിന്നെ 22% പ്രോഫിറ്റ് വന്നു. ഞാനെന്താ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല. ചിലപ്പോൾ ഈ പ്രൈസ് നാളെ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് ഇങ്ങനെ പോയി ഇവിടെ റെഡ് കാൻഡിൽ വന്ന് ഞാൻ ബുക്ക് ചെയ്തോ? പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല. ഈ പ്രൈസ് താഴെ വന്ന് ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്യാനും സാധ്യതയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ് നമ്മൾ നോക്കേണ്ടത്, നമ്മളതിൻ്റെ ബിസിനസ് കൃത്യമായിട്ടും പഠിച്ചിട്ടുള്ളതാണ്. പ്രോപ്പറായിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ ടാർഗറ്റ് എത്രയാണ്? എൻ്റെ പേഴ്സണൽ ടാർഗറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇവിടെ ബ്രേക്ക് ഔട്ടായി, ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ടാർഗറ്റ് എന്ന് പറയുന്നത് തിരിച്ച് അതിന് ലൈഫ് ടൈം ഹൈ തന്നെയാണ് അല്ലേ. തിരിച്ച് ആ ഒരു ലൈഫ് ടൈം ഹൈ വരെ പോകും, തീർച്ചയായിട്ടും പോയിരിക്കും. 5134 എന്ന റേഞ്ചിലേക്ക് ഇത് പോകും. അത് അത്രയും പോയില്ലെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ചിൽ ഇതിൻ്റെ ലൈഫ് ടൈം ഹൈ, പ്രീവിയസ് ലൈഫ് ടൈം ഹൈ എന്ന റേഞ്ചിൽ പോയാലും 4619 എന്ന നമ്പർ എനിക്ക് കിട്ടുന്നുണ്ട്. ആ റേഞ്ചിലേക്ക് ഞാൻ ട്രേഡ് ചെയ്താലും ഞാൻ പറയുകയാണ്, ഐ ഹാവ് എ ഗെയിൻ ഓഫ് 216% ഗെയിൻ. അത് എത്തിയിട്ടേ ഞാൻ വിൽക്കുകയുള്ളൂ. ഞാൻ 3 ടൈപ്പിൽ ട്രേഡ് ചെയ്യാറുണ്ട്: ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം. ഷോർട്ട് ടേമിലെ സ്ട്രാറ്റജി വേറെയാണ്, അതേപോലെ തന്നെ മിഡ് ടേമിലെ സ്ട്രാറ്റജി വേറെയാണ്, ലോങ് ടേമിലുള്ള സ്ട്രാറ്റജി വേറെയാണ്. അപ്പം ഇത് 3 ടൈപ്പിൽ ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ രീതിയിൽ ഞാൻ ട്രേഡ് ചെയ്യും, ഈ രീതിയിൽ ഞാൻ ഇതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. റൈറ്റ്, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇക്വിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പക്ഷേ ഞാൻ അഗെയിൻ ഐ എം ടെല്ലിങ് യു, ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റൂൾസ് ബേസ്ഡ് ആയിട്ട് ഒരു ട്രയാങ്കിൾ പാറ്റേണിനെ വരയ്ക്കേണ്ടതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എൻ്റർ ചെയ്യേണ്ടതും. ദീസ് ആർ യുവർ സ്റ്റോപ്പ് ലോസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി മനസ്സിലാക്കി ആയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് ഇക്വിറ്റി ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഇതിനകത്ത് പുതിയതായിട്ട് വരാൻ പോകുന്ന അവസരങ്ങളെല്ലാം ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ടാവും. വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കാണാം, NRI ട്രേഡർ മലയാളം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അവിടെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കിൻ്റെ കൂടെ തന്നെ ഞാനിത് കൊടുക്കാം.
അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇതാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിലെൻ്റെ ജേർണി ഉണ്ടാവും. പിന്നെ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണിയൽ വീഡിയോസ് അവിടെ ഉണ്ട്. അവരുടെ കമൻസുകളുണ്ട് അവിടെ ഇഷ്ടംപോലെ. എന്ന് വെച്ചാൽ ആർക്കൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവരവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ പ്ലേ ആവും. നിങ്ങൾക്കത് കേട്ട് നോക്കാവുന്നതാണ്. ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. അപ്പം അവരൊക്കെ എന്താണ് പറയുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് നോക്കൂ. അവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് നോക്കൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഈ ഒരു ചാർട്ടിൻ്റെ ഇനി പുതിയ ഒരു പാറ്റേൺ എന്തെങ്കിലും ഫോം ആവുകയാണെങ്കിൽ ഞാനത് ഇവിടെ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ കോഴ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. കോഴ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ടൈപ്പിലുള്ള കോഴ്സുകളുണ്ട്. ഒന്ന് എൻ്റെ മാസ്റ്ററിങ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ്. അതിലിപ്പോൾ ഒരു 20% ഓഫ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ വെൽക്കം 20 എന്നാണ് എൻ്റെ പേര്. നിങ്ങളവിടെ പ്രൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കോഡ് അവിടെ അപ്ലൈ ആവും. അതേപോലെ തന്നെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ കോഴ്സിൽ എന്തൊക്കെയാണുള്ളത്, ഇൻട്രൊഡക്ഷൻ ടു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് അങ്ങനെ തുടങ്ങിയിട്ട് 7-8ഓളം സ്ട്രാറ്റജികളുണ്ട്. എല്ലാ ടൈപ്പിലുള്ള എന്ന് വെച്ചാൽ ബിസിനസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ, ഇത് 3 നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാറുള്ളത്. വെറുതെ സെലക്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ബിസിനസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കലിനെ 3നെയും കൃത്യമായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇഷ്ടം പോലെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. ഓപ്പറേറ്റേഴ്സിൻ്റെ ഗെയിം പ്ലേ എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാം. താഴെ വന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു കോഴ്സാണത്. അതേപോലെ തന്നെ അതിൽ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാവരും അതിനകത്ത് ഇപ്പോഴും അതിനകത്ത് റിവ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളത് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇതിൻ്റെ ഫെർദർ ആയിട്ടുള്ള ഡാറ്റ ഞാൻ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ പഠിച്ച ചാർട്ട് പാറ്റേൺ നമ്മുടെ ഈ ഫ്രീ കോഴ്സ് ഉണ്ടല്ലോ, ഈ ഫ്രീ കോഴ്സിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രീ സ്ട്രാറ്റജി വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പോലെ തന്നെ ഇനിയും വേറെ സ്ട്രാറ്റജികൾ ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം വന്നിട്ടില്ല, ഓരോന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്കായോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ വീഡിയോസിനും ഡേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എപ്പോൾ വീഡിയോ വന്നു ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഒരു ലിങ്ക് അവൈലബിൾ ആണ്. അത് പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. ഫ്രീ സ്ട്രാറ്റജി വീഡിയോസിലൊക്കെ ഞാൻ കൊടുക്കാം. ഇവിടെ ഞാൻ ആ ചാർട്ട് പാറ്റേൺ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ലക്സ് ഇൻഡസ്ട്രീസ് ഓൾറെഡി ഉണ്ട്, ഞാൻ ഇൻവെസ്റ്ററാണ്. ബാക്കിയുള്ളത് നമുക്ക് പുറകെ വരുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഇതിനകത്ത് വന്ന് ഇത് ലോഗിൻ ചെയ്തിട്ട് ഈ ഫ്രീ കോഴ്സിൽ ലോഗിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്കൊന്നും പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീ കോഴ്സിൽ വരിക, ലോഗിൻ ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ അപ്ഡേറ്റ് നോക്കിക്കൊള്ളുക. ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏകദേശം 370ഓളം സ്റ്റുഡൻറ്റുകളുണ്ട്. അവർക്കെല്ലാം ഗുണം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലും ഇവിടെയൊക്കെ അവരുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മറക്കാതിരിക്കുക. ഇതുപോലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിലുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. എവറി ഫ്രൈഡേ ആണ് നമ്മുടെ വീഡിയോസ് വരാറുള്ളത്. ഇന്നലെ വരാനുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇന്നിട്ടത്. ഞാൻ ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം പിന്നെ ഇതിനകത്ത് 115ഓളം വീഡിയോസ് ഉണ്ട്. ഓരോന്നും ഞാൻ എന്താ പറയുക, നമുക്ക് എങ്ങനെ ഉപകാരം കിട്ടും ഇത് കണ്ടില്ലേ, ഞാൻ ഇവിടെയും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടുള്ളത്. നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ, നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പുതിയ ഒരു ലാസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത വിന്നിങ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മുടെ റേഞ്ച് ബൗണ്ട് സ്ട്രാറ്റജി ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇഷ്ടംപോലെ സ്റ്റോക്കിന് റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബിസിനസ്സിനെ ഞാൻ റിവ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഈ ചാനലിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. So thank you so much for watching this video. I'll see you with another one soon. Thank you. Bye bye.